അനുരാഗതീരം ഭാഗം 4. എന്നതാ എന്തിനാ കരയുന്നേ? കൊച്ചെങ്ങനെ ഈ നേരത്തെ പെരുവഴി വന്നത്? എവിടെ പോവുക? ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാനുള്ളതെല്ലാം അവൻ ചോദിച്ചു. അത് ഞാൻ അവൾ പറയാൻ വന്നത് പൂർത്തിയാക്കും മുൻപേ അവിടേക്കൊരു വണ്ടി പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്നും അടിച്ച വെളിച്ചത്തിൻ്റെ തീവ്രത താങ്ങാനാകാതെ അവൾ കണ്ണുകൾ ചിമ്മിയടച്ചു. വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയവനെയും അവൻ്റെ കൂട്ടാളികളെയും കണ്ടതും ആ പെണ്ണിൻ്റെ കണ്ണുകളിൽ ഭയം അലതല്ലി. ഡേവി അത് വ്യക്തമായി കാണുകയും ചെയ്തു. ഈ അനിരുദ്ധൻ്റെ കയ്യിൽ നിന്ന് ചുമ്മാതങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയോടി മോളെ നീ? കേട്ടാലറയ്ക്കുന്ന തെറിയുടെ അകമ്പടിയോടെ അവൻ നിലത്തിരിക്കുന്ന പെണ്ണിന് നേരെ പാഞ്ഞെടുത്തു. ഞൊടിയിട കൊണ്ട് അവൻ മുന്നോട്ടാഞ്ഞ പെണ്ണിൻ്റെ മുടിക്കെട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചെണീപ്പിച്ചു. ആ അനിയേട്ടാ വിട്, എനിക്ക് വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേദനിക്കട്ടെടി, ഇത്രയുമൊക്കെ ഒരുക്കി വെച്ചിട്ട് എന്നെ വലിപ്പിച്ച് കണ്ട നായിൻ്റെ മോമാർക്കൊപ്പം ഇറങ്ങി ഓടിയ നിനക്ക് വേദനിക്കണമടി. ഒന്നും മനസ്സിലാവാതെ ഈ രംഗങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്ന ഡേവിയെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ട് കലി വന്നെങ്കിലും സംഭവിക്കുന്നത് എന്താണെന്നറിയാനുള്ള കൗതുകത്തോടെ ഡേവി മൗനമായി നിന്നു. അല്ല, അതിനിപ്പോൾ നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ലടി. ഇങ്ങനത്തെ തന്തയില്ലായ്മയൊക്കെ നിന്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാ. അനിരുദ്ധൻ്റെ വായിൽ നിന്നും വീണ വാക്കുകൾ തീക്കാറ്റ് പോലെയായിരുന്നു അവളുടെ ചെവിയിലേക്ക് പാഞ്ഞു കയറിയത്. അതിൻ്റെ പ്രഭാവത്തിൽ ഉള്ളുപൊള്ളിയിട്ടെന്ന പോലെ ആ പെണ്ണിൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. അനിയേട്ടാ പ്ലീസ്. ഇല്ലടി, ഇവിടെ വെച്ചൊന്നുമില്ല. നാളെ നേരം ഒന്ന് പുലർന്നോട്ടെ. എൻ്റെ കൈകൊണ്ടൊരു താലി നിൻ്റെ കഴുത്തിലൊന്ന് കയറിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിൻ്റെ സൂക്കേടിനുള്ള മരുന്ന് തരുന്നത്. അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചൊന്നുലച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ആ പെണ്ണ് വേദനയാൽ ഞരങ്ങിപ്പോയിരുന്നു. അത് കണ്ടു നിന്ന ഡേവിക്ക് പോലും മേലു പെരുത്തുപോയിരുന്നു. ഇങ്ങോട്ട് വാടി ഊരുംപട്ടവളെ. അതേ നിലയിൽ തന്നെ അവളെ വലിച്ചു മുന്നോട്ട് നടത്തിക്കുന്നതിനിടയിൽ ഡേവിക്ക് മുന്നിലെത്തിയതും അനിരുദ്ധൻ ഒരു പോരുകോഴിയെപ്പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തകർത്ത് ഇവളെയും കൊണ്ടങ്ങ് പൊക്കളയാമെന്ന് കരുതിയല്ലേ നീ? പക്ഷെ നിനക്ക് തെറ്റിപ്പോയി. ഇത് അനിരുദ്ധനാ, അനിരുദ്ധൻ. മുന്നിൽ വന്നു നിന്ന് പ്രസംഗിക്കുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ഇവനിതെന്ത് കോപ്പാ പറയുന്നതെന്നൊരു ഭാവമായിരുന്നു ഡേവിയിൽ നിറഞ്ഞത്. പക്ഷേ അവൻ പറയട്ടെന്ന മട്ടിൽ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നതേ ഉള്ളൂ ഡേവി. ഇവനിനി എണീറ്റ് നടക്കരുത്. അഥവാ നിന്നാലും ഈ തന്തയ്ക്ക് പിറക്കാത്തവളുടെ 7 അയലത്ത് പോലും വരാനുള്ള ധൈര്യമുണ്ടാവരുത്. ആ വിധമാക്കിയിരിക്കണം. ഡേവിയെ ചൂണ്ടിക്കൊണ്ട് അനിരുദ്ധൻ തൻ്റെ ആളുകളോട് പറയുന്നത് കേട്ടതും വെള്ളിടി വെട്ടിയത് ആ പെണ്ണിൻ്റെ നെഞ്ചിലായിരുന്നു. താൻ അയാളുടെ കൂടെ ഒളിച്ചോടിയതാണെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരുവൻ കൂടി ഇവരുടെ ക്രൂരതയുടെ ഇരയാകാൻ പോകുന്നതെന്നോർക്കെ അവളുടെ നെഞ്ചു പിടഞ്ഞു. വേണ്ട അനിയേട്ടാ, അയാളെയൊന്നും ചെയ്യില്ലേ? അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു. ഓ, അവനെ തൊട്ടാൽ നിനക്ക് പൊള്ളൂ അല്ലേടി മോളെ. അവൻ്റെ കൈ ഒരൽപ്പം മൂക്കിൽ തന്നെ ആ പെണ്ണിൻ്റെ കവിളിൽ പതിഞ്ഞു. അതിൻ്റെ ആഘാതത്തിൽ അവളൊന്നുലഞ്ഞു. ആ അനിയേട്ടാ പ്ലീസ്. അയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് അനിയേട്ടാ, അയാളെ വെറുതെ വിട്ടേക്ക്. നാവടക്കടി മോളെ. നിൻ്റെ സൂക്കേടൊക്കെ ഞാൻ മാറ്റിത്തരാം. തൽക്കാലത്തേക്ക് നീ ഒന്ന് അടങ്ങ്. ചവിട്ടി അവൻ്റെ നട്ടലൊടിക്കടാ. അനിരുദ്ധൻ്റെ അലർച്ച മുഴങ്ങിയതും അവൻ്റെ കൂട്ടാളികളിൽ ഒരുവൻ്റെ കാല് ഡേവിയുടെ ദേഹത്ത് പതിഞ്ഞു. പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രഹരത്തിൽ അവൻ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. ചവിട്ടിൻ്റെയും വീഴ്ചയിലേറ്റ ആഘാതത്തിൻ്റെയും വേദനയിൽ അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് അലറി. നിലത്തുനിന്നും ചാടി എണീറ്റ ഡേവി വല്ലാത്ത വൈരാഗ്യത്തോടെ തന്നെ ചവിട്ടിയവൻ്റെ ഇടനെഞ്ചു നോക്കി ചവിട്ടി. അതിൽ തെറിച്ചു വീണവനെ വിടാതെ പാഞ്ഞു ചെന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തൊഴിച്ചു. എന്നിട്ടും അവൻ്റെ കലിയടങ്ങാതെ അവൻ്റെ താടിയെല്ല് നോക്കി തൊഴിച്ചു. സഹിക്കാൻ കഴിയാത്ത വേദനയിൽ അയാൾ അലറി വിളിച്ചു. നോക്കി നിൽക്കാതെ ചെന്നവൻ്റെ പണ്ടം കലക്കട പുല്ലന്മാരെ. കണ്ടു നിന്ന അനിരുദ്ധൻ അലറിയതും ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ച് ഡേവിക്ക് നേരെ പാഞ്ഞു. 2 പേർ വന്ന വഴിക്ക് തന്നെ അവനെ പിടിച്ചു നിർത്തി. ബാക്കിയുള്ളവർ അവൻ്റെ നെഞ്ചിലും വയറിലുമെല്ലാം മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അത് കണ്ടു നിന്ന അനിരുദ്ധൻ്റെ ചൊടികളിൽ ചിരിയായിരുന്നുവെങ്കിലും അവൻ്റെ പിടിയിൽ അകപ്പെട്ട് നിന്ന പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. തന്നോടുള്ള കലിക്ക് ആരാണെന്ന് പോലും അറിയാത്ത ഒരുവൻ ഈ ക്രൂരതയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കണ്ടു നിൽക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്താടി, ആ കഴിവേറിക്ക് നോവുമ്പോൾ നിനക്ക് കണ്ടു നിൽക്കാൻ മേലേ? കണ്ണു തുറന്ന് കാണടി. എന്നാലേ ഇനി വേലി ചാടാൻ തോന്നുമ്പോൾ നീ ഒന്ന് അറയ്ക്കൂ. അനിരുദ്ധൻ അവളുടെ മുടിയിൽ പിടിച്ച് കൂടുതൽ ശക്തിയിൽ വലിച്ചതും നൊമ്പരം സഹിക്കാൻ വയ്യാതെ അവൾ തേങ്ങിപ്പോയിരുന്നു. അപ്പോഴേക്കും അടികൊണ്ട് ഡേവിയും വശം കെട്ടുപോയിരുന്നു. ശരീരമാസകലമേൽക്കുന്ന നൊമ്പരത്തിൻ്റെ ആധിക്യമേറിയതും
ഉടലിൽ എവിടെ നിന്നോ ഒരു ശക്തി പാഞ്ഞു കയറുന്നത് പോലെ തോന്നി. അവൻ സർവ്വശക്തിയും എടുത്ത് തൻ്റെ ഇരു കൈകളിലും പിടിച്ചു നിർത്തിയിരുന്നവരെ മുന്നോട്ട് വലിച്ചു. ആ വലിയുടെ ആഘാതത്തിൽ മുന്നോട്ടാഞ്ഞു വന്ന അവരിരുവരും പരസ്പരം ഇടിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീണു. ആ കാഴ്ച കണ്ടൊന്ന് അറച്ചു നിന്ന മറ്റുള്ളവർ ഡേവിക്ക് നേരെ തിരിയും മുൻപ് തന്നെ അവൻ മിന്നൽ പോലെ തൻ്റെ വണ്ടിക്ക് നേരെ പാഞ്ഞു. "വിടരുതവനെ!" അവൻ ഓടി രക്ഷപ്പെടാൻ പോകുവാണെന്ന് കരുതി അവൻ്റെ പിന്നാലെ പാഞ്ഞ ഗുണ്ടകളിൽ ഒരുവൻ അലറി. പക്ഷേ അടുത്ത നിമിഷം സംഭവിച്ചത് കണ്ട് അവരെല്ലാവരും വിറങ്ങലിച്ചു നിന്നു. ഡേവി തൻ്റെ വണ്ടിയുടെ പിന്നിൽ നിന്നും മേസ്തിരി പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു മരക്കഷ്ണം വലിച്ചെടുത്തു. പിന്നീട് അവിടെ നടന്നത് വിവരണാതീതമായ സംഭവങ്ങളായിരുന്നു. ഡേവി തലങ്ങും വിലങ്ങും വീശിയ മരക്കഷ്ണം കൊണ്ടുള്ള അടികൊണ്ട് ഗുണ്ടകളെല്ലാം അവശരായി വീണു. ഒടുവിൽ ഡേവിയും അനിരുദ്ധനും മാത്രം ബാക്കിയായി. ഗുണ്ടകളെ നേരിടാൻ ഉപയോഗിച്ച മരക്കഷ്ണവും കയ്യിലിട്ട് കറക്കി തൻ്റെ നേർക്ക് വരുന്ന ഡേവിയെ കണ്ട് അനിരുദ്ധനൊന്ന് വിരണ്ടു. അവനൊരാശ്രയത്തിനെന്ന പോലെ തൻ്റെ ഗുണ്ടകളെ നോക്കിയെങ്കിലും അവരെല്ലാം ചത്തതുപോലെ അവിടവിടെ ചിതറിക്കിടക്കുകയായിരുന്നു. "വിടടാ അവളെ!" തൊട്ടു മുന്നിലെത്തി നിന്ന് അവൻ പറഞ്ഞതും അനിരുദ്ധൻ്റെ മുഖം കൂടുതൽ കടുത്തു. "അത് പറയാൻ നീ ആരാടാ?" കൂടെ ആളില്ലെന്നത് അവനെ നല്ല രീതിക്ക് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അത് ഭാവിക്കാതെയായിരുന്നു ചോദ്യം. "ഇത് നീ ഇപ്പോഴല്ലടാ കുട്ടാ ചോദിക്കേണ്ടത്. ഇനിയിപ്പോൾ എനിക്കത് പറയാൻ സൗകര്യവുമില്ല. പിന്നെ നിനക്ക് ആരാണെന്നാ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് കരുതിക്കൂ." മുന്നിൽ നിന്ന് കൂസലില്ലാതെ പറയുന്നവനെ കണ്ട് അനിരുദ്ധൻ കലിയോടെ പല്ല് കടിച്ചു. "ഡാ, നീ അതെ അവളുടെ മേലിന്ന് പിടിവിടറാൻ പുല്ലേ. ഇല്ലെങ്കിൽ അയ്യോ!" പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പ് തന്നെ അനിരുദ്ധനിൽ നിന്നൊരു നിലവിളി ഉയർന്നു. മുന്നിൽ നിന്ന പെണ്ണിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവൻ നിലത്തേക്ക് കുത്തിയിരുന്നു. "ഓട്ടയെങ്ങാനും വീണോടാ?" കയ്യിലിരുന്ന തടിയുടെ മുനയിലേക്ക് നോക്കി ചിരിയോടെയായിരുന്നു ഡേവി ചോദിച്ചതെങ്കിലും മർമ്മസ്ഥാനത്തേറ്റ കുത്തിൻ്റെ ശക്തിയിൽ കണ്ണ് നിറച്ചിരിക്കുകയായിരുന്നു അനിരുദ്ധൻ. "ഡോ കോപ്പേ, നിന്നെ ഉണ്ടല്ലോ. എന്നെ നീ ഒന്നും പൊഴിക്കാൻ പോണില്ല. ഈ എന്നതേലും കാണുമ്പോഴേക്കും എടുത്തു ചാടുന്ന നിൻ്റെ സ്വഭാവത്തിന് ഞാനൊരു മരുന്ന് തരാം." പറഞ്ഞതും ഡേവി കമ്പാഞ്ഞു വീശി. അത് അനിരുദ്ധൻ്റെ കൈത്തണ്ടയിൽ ചെന്ന് പതിച്ചത് എല്ലൊടിയും മട്ടിലൊരു ശബ്ദത്തോടെയായിരുന്നു. അതോടെ അവനിൽ നിന്നും അത്രമേൽ ദയനീയമായൊരു നിലവിളി മുഴങ്ങി. "നിന്നെ ഞാൻ വെറുതെ വിടലടാ വരത്ത മോനെ. ഇവളെ എനിക്ക് പറഞ്ഞു വെച്ചതാ. അത് കണ്ടോ നീ? നാളെ നാടറിഞ്ഞ് ഇവളുടെ കഴുത്തിൽ കെട്ടാനുള്ളതാ ഇത്. അത് തടുത്തിട്ട് ഇവളെ കൊണ്ടുപോകാനാ നിൻ്റെ ഉദ്ദേശമെങ്കിൽ പൊന്നു മോനെ, പൊറുപ്പിക്കത്തില്ല നീ ഇവളെ." വേദന കടിച്ചമർത്തി പോക്കറ്റിൽ നിന്നും മഞ്ഞച്ചരടിൽ കോർത്തൊരു താലിയെടുത്ത് കാണിച്ചുകൊണ്ട് അനിരുദ്ധൻ അലറി. "ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ." ചോദിച്ചതും ഡേവി മുന്നോട്ടാഞ്ഞ് അവനിൽ നിന്നും ആ താലി തട്ടിപ്പറിച്ചു. "ഡാ!" ഒരിക്കൽ കൂടി ആ മരക്കഷ്ണം വായുവിൽ ഉയർന്നു താണു. അനിരുദ്ധൻ്റെ അടുത്ത കൈയും പഴന്തുണി പോലെ ഒടിഞ്ഞു തൂങ്ങി. "നീ ഏതായാലും എന്നെ ഇവളുടെ മറ്റവനാക്കിയതല്ലയോ. എന്നാൽ പിന്നെ നിൻ്റെ ആ ആഗ്രഹം അങ്ങ് നടക്കട്ടെ." തൊട്ടടുത്ത നിമിഷം മുന്നിൽ നിന്ന പെണ്ണിൻ്റെ മുഖം പോലും ശ്രദ്ധിക്കാതെ ഡേവി ആ താലി അവളുടെ കഴുത്തിൽ കെട്ടി. "ഇനി എനിക്കിവളെ കൂടെ പൊറുപ്പിക്കാമല്ലോ?" ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അനിരുദ്ധനും ആ പെണ്ണും ഒരേപോലെ മിഴിച്ചു നോക്കി. തുടരും.